ഹായ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖല്ലേ? അപ്പൊ ഇന്നലെ മെനിയാന്നൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. നമ്മളെ സ്റ്റോറി എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് നമ്മൾ ആ സ്റ്റോറിന്റെ ബാക്കിയായിട്ട് വന്നതാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ 1, 2, 3 ഇതൊക്കെ കണ്ടതിന് ശേഷം ഈ പാർട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഓളൊന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇനി സ്റ്റോറിയിലേക്ക് പോകാട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ട് 5 നമ്മൾ നിർത്തി വെച്ചത് 10ാം ക്ലാസ്സിൽ SLC പരീക്ഷേൻ്റെ സമയത്ത് അവൾക്ക് നേരിടേണ്ടി വന്ന കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പൊ അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ്, എന്താണ് പ്രശ്നം എന്നൊക്കെ ഇന്നത്തെ പാർട്ടിൽ നമുക്ക് കേൾക്കാം. അപ്പൊ നമ്മള് നേരെ ഇനി സ്റ്റോറിയിലേക്ക് പോകട്ടോ. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷ എത്തി, SLC പരീക്ഷ എത്തി. അപ്പൊ അതിൻ്റെതായ ഒരുപാട് ടെൻഷന് കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തുടർന്ന് ഈ SLC പരീക്ഷ ആകുന്നതിന് മുമ്പ് ഒരു 2-3 ആഴ്ച മുമ്പ് കൗൺസിലിംഗ് നടത്തും. എല്ലാ കുട്ടികൾക്കും കൗൺസിലിംഗ് നടത്തിയിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്കാണെങ്കിൽ ബേജാറ്, കാരണം 8ാം ക്ലാസ് മുതലാണല്ലോ അവള് മലയാള അക്ഷരം എല്ലാ അക്ഷരങ്ങളും എഴുതാനും വായിക്കാനും അവൾ പഠിച്ചത്. അപ്പം അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും അവൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് SLC പരീക്ഷ ആണല്ലോ, മറ്റേ പരീക്ഷ പോലെ അല്ലല്ലോ. അപ്പം അതിൻ്റെതായ ടെൻഷനും ബുദ്ധിമുട്ടുകളൊക്കെ അവളെ മാനസികമായിട്ട് വളരെ വളരെ തളർത്തിനും. കാരണം അത്രക്കും പേടിച്ചു പോയിന് അവള്. എന്ത് ചെയ്യും, 10ാം ക്ലാസ് അല്ലേ, പരീക്ഷ അല്ലേ, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ അവളെ മനസ്സിൽ അവൾക്ക് ഇങ്ങനെ തോന്നിപ്പോയി. അങ്ങനെ കൗൺസിലിംഗ് നടത്തി. അപ്പോൾ കുറച്ച് 5-6 കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണിക്കാൻ വേണ്ടി, ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 5-6 കുട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവളും ഒരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ കണ്ട് അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സ്കൂളിൽ നിന്ന് എഴുതി കൊടുത്ത കുറച്ച് കത്തുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർക്ക് കത്തും കാണിച്ചു കൊടുത്തു. അങ്ങനെ ഡോക്ടറെ കണ്ട് ഇപ്പോൾ ഡോക്ടർ കുറച്ച് ഗുളികകൾ എഴുതി. അങ്ങനെ ഗുളികകൾ എഴുതി അത് അവൾ കഴിച്ചു തുടങ്ങി. 10ാം ക്ലാസത്തെ പരീക്ഷ കഴിയുന്നത് വരെ അവൾ എന്ത് ചെയ്തു, അത് കഴിക്കാൻ തുടങ്ങി. അപ്പൊ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആ ടെൻഷനും കാര്യങ്ങളൊക്കെ പിന്നെ സാർമാരുടെ സപ്പോർട്ടും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവൾക്കത് കുഴപ്പമില്ല. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉള്ളത് കാരണം ഗുളികയും കുടിക്കുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇതുകൊണ്ടൊക്കെ തന്നെ അവൾക്ക് ഒരു ടെൻഷന് ബേജാറൊക്കെ പോയി. അങ്ങനെ 10ാം ക്ലാസത്തെ പരീക്ഷ കഴിഞ്ഞ് അപ്പം പിന്നീട് 10ാം ക്ലാസത്തെ ആ വെക്കേഷൻ സമയത്ത് അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ തുടങ്ങി. കാരണം ആ ഗുളികന്റെ എഫക്റ്റ് ആ കുട്ടിയുടെ ശരീരത്ത് എത്തി. കാരണം അവൾക്ക് ഫുൾ ടൈം അവൾ ഉറങ്ങിപ്പോവുക, അവൾക്ക് ഉറക്കം വരിക, അതുപോലെ തന്നെ രാവിലെ പകലില്ല എന്ന് അവളിങ്ങനെ ഉറങ്ങുക, തീരെ അവൾക്കൊരു ഉഷാറില്ല, എപ്പോഴും ഉറക്കം വരിക തന്നെ, ഫുൾ ടൈം ഉറക്കം തന്നെ. അങ്ങനെ ഇവരെന്ത് ചെയ്ത് ആ ഡോക്ടറെ തന്നെ വീണ്ടും പോയി കാണിച്ചു. അപ്പൊ കാണിച്ച് ഡോക്ടർ പിന്നെയും ഈ ഗുളിക തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞതല്ല, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ 1 മാസത്തോളം അവൾ ആ ഗുളിക കുടിച്ചിരുന്നു. പിന്നെ രണ്ടാമതും ഇങ്ങനെ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അവർ രണ്ടാമതും പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും ഇത് തുടർച്ചയായിട്ട് കുടിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2-3 മാസം വരെ അവളത് തുടർച്ചയായിട്ട് കുടിച്ചു. അങ്ങനെ കുടിച്ച കാരണം അവൾക്ക് പല ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. അവൾക്ക് അവളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്താ പറയാ, ഫുൾ ടെൻഷൻ, ഇതന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അവൾക്ക് ഉണ്ടായി തുടങ്ങി. അങ്ങനെ പിന്നെ ഇതൊക്കെ പിന്നെ അവൾ എന്ത് ചെയ്തു, ഈ ഗുളിക നിർത്തി. പിന്നെ കുടിക്കലേ ഇല്ല. പിന്നെ അവള് നിർത്തി.
പിന്നെ അപ്പം അവള് കുറെ ഓക്കെ ആയി വന്ന് പറ്റ നിർത്തി. ഡോക്ടറോട് ചോദിക്കാണ്ട് തന്നെ അവള് പറ്റ നിർത്തി. പിന്നെ ക്ലാസ്സിലൊക്കെ പിന്നെ +1 SLCന്റെ റിസൾട്ട് വന്ന് പിന്നെ +1 ആ സ്കൂളിൽ തന്നെ അവള് പഠിച്ച സ്കൂളിൽ തന്നെ അവൾക്ക് +1 +2 സീറ്റ് കിട്ടി. അപ്പൊ അതിന്റെ ഒക്കെ സന്തോഷത്തിൽ തന്നെ അവള് നല്ല ഉഷാറായി. പിന്നെ പുറത്തൊക്കെ പോയി അവള് നല്ല മനസ്സൊക്കെ നല്ല ക്ലിയർ ആയി, അവള് നല്ല ഉഷാറായി. അങ്ങനെ +1 അവള് പോയി. അവളെത്തി ആ സ്കൂളിൽ തന്നെ കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ അവള്. അപ്പൊ സ്വന്തം ഇത്രയും 3 കൊല്ലം പഠിച്ച സ്കൂളിൽ തന്നെ വീണ്ടും +1 +2 കിട്ടിയതിന്റെ സന്തോഷം അവൾക്ക് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ 10ാം ക്ലാസ്സിൽ അങ്ങനെ വലിയ മാർക്കൊന്നുമില്ലായിരുന്നു, എന്നാലും അത്യാവശ്യത്തിന് അവൾ ആ 3 കൊല്ലം അക്ഷരങ്ങൾ പഠിച്ചതിൽ അവൾക്ക് നേടാൻ പറ്റുന്നതിന്റെ പരമാവധി അവള് 10ാം ക്ലാസ്സിൽ മാർക്ക് അവള് നേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവള് +1 എത്തി. +1 അതുപോലെ തന്നെ അവൾക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. നല്ല ലൈഫായിരുന്നു. +1 +2 ഒക്കെ അവൾക്ക് നല്ല സുഖമായിരുന്നു. അപ്പൊ പഠിച്ച സ്കൂളിൽ തന്നെ അറിയുന്ന സാറുമാര്, പിന്നെ അവളെ കൂടെ തന്നെ പഠിച്ച കുറച്ച് കുട്ടികള് ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ +1 മുതൽ അവൾക്ക് വേറൊരു പുതിയൊരു ജീവിതം കിട്ടിയ പോലെ ആയിരുന്നു +1. അപ്പം അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ കേൾക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ട് 7 ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത പാർട്ട് ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.